നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. എ.സി.സി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം പുറത്തിറക്കാനാണ് ആലോചന. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന എ.സി.സി ജനറൽ സെക്രട്ടറി മധുസൂദൻ മിസ്ത്രിയാണ് ഇത്തവണ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി നിർണയ ദൌത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്നും സാമൂഹ്യനീതിയും യുവവനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാജ്യസഭാംഗങ്ങളായ സയ്യിദ് നസീർ ഹുസൈൻ, നീരജ് താങ്ങി, എ.സി.സി സെക്രട്ടറി അഭിഷേക് ദത്ത എന്നിവരാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ഈ മാസം 13-ന് ഇവർ കേരളത്തിലെത്തും. ഡി.സി.സി അധ്യക്ഷന്മാർ അടക്കമുള്ള നേതാക്കളുമായി സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തും. സിറ്റിംഗ് എം.എൽ.എമാർ തുടരട്ടെ എന്നാണ് നിലവിലെ തീരുമാനം. അത്രമേൽ നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും എംപിമാരെ മത്സരിപ്പിക്കണമെന്നതിലും തീരുമാനമുണ്ടാകും. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെയും കണക്കുകൂട്ടൽ. Expectation UDF will come in power with full majority and we will bring back the glory of Kerala. 16 സീറ്റ് ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസും നീക്കം നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കേണ്ടവരുടെ പേരുകൾ പാർട്ടിക്ക് കൈമാറുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് O.J. ജനീഷ് പറഞ്ഞു. കൃത്യമായ പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ, യുവാക്കൾക്കുള്ള റെപ്രസെന്റേഷൻ ഞങ്ങൾ ആവശ്യപ്പെടും. അത് വിജയസാധ്യതയുള്ള സീറ്റുകളും വളരെ ടൈറ്റ് ഫൈറ്റുള്ള സീറ്റുകളും അതോടൊപ്പം തന്നെ ഒരു ചലഞ്ചായി ഏറ്റെടുക്കാൻ കഴിയുന്ന സീറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്തും. അത് പാർട്ടിയുമായി ചർച്ച ചെയ്യും. അടുത്തയാഴ്ചയോടെ ഘടകകക്ഷിയുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾക്കും UDF തുടക്കമിടും. മീഡിയ 1 തിരുവനന്തപുരം.